സ്ലാമ അമുഹോൻ ശുവുഹ ലാക് മാറൻ ഈശോം സീഹ. ആലാഹ യോജിപ്പിച്ച കുടുംബം ആ യോജിപ്പിൽ നിലകൊള്ളാനായി ഒന്നിച്ച് റംശായിലും അതായത് സന്ധ്യയിലും സപ്രായിലും അതായത് പ്രഭാതത്തിലും ശുശ്രൂഷയിൽ അഥവാ പ്രാർത്ഥനയിൽ പങ്കാളികളാകണം. പ്രധാനപ്പെട്ട ദിനങ്ങളിൽ ഒന്നിച്ച് പരിശുദ്ധ കുർബാനയിൽ പങ്കാളികളാകുക. കുടുംബത്തിലെ ജോലികളിൽ, സന്തോഷങ്ങളിൽ, ദുഃഖങ്ങളിൽ എല്ലാവരും പങ്കാളികളാകണം. കുടുംബത്തിലെ ജോലികൾ, വിവിധ പങ്കാളിത്തങ്ങൾ എന്നിവ മറന്ന് മറ്റ് പല കാര്യപരിപാടികളുടെ പിന്നാലെ പായരുത്. കുടുംബാംഗങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ ഒന്നിച്ച് അധ്വാനിക്കണം, ഒന്നിച്ച് ഭക്ഷിക്കണം, ഒന്നിച്ച് വിശ്രമ വിനോദ കാര്യങ്ങളിൽ ഏർപ്പെടണം, ഒന്നിച്ച് ചർച്ച ചെയ്യണം, അതായത് തുറവിയുള്ളവരാകുക. കുടുംബത്തിൽ കഴിയേണ്ട അവസരങ്ങളിൽ മറ്റു പല കാരണങ്ങൾ പറഞ്ഞ് സ്വാർത്ഥതയിൽ ഓടരുത്. മൊബൈൽ, മീഡിയ എന്നിവയുടെ ഉപയോഗത്തിൽ നിയന്ത്രണം പാലിച്ച് ആരോഗ്യവും കുടുംബ സമയവും സംരക്ഷിക്കുക. സാധിക്കുന്നിടത്തോളം നേരത്തെ ഉറങ്ങണം, നേരത്തെ ഉണരുകയും വേണം. വൈകി ഉറങ്ങുന്നതും വൈകി ഉണരുന്നതും ദുശീലങ്ങളും അസ്വസ്ഥതകളും രോഗങ്ങളും വിളിച്ചു വരുത്തും. ആവശ്യ കാര്യങ്ങൾക്കായി മാത്രം സമ്പത്ത് ചിലവഴിക്കുക. ഉള്ളതുകൊണ്ട് ചിലവ് ചുരുക്കി കഴിയുക. അമിത ചിലവും ആഡംബരവും ആപത്ത് വിളിച്ചു വരുത്തും. ജീവിത പങ്കാളികളുടെ ബന്ധുമിത്രാദികളോട്, വിശിഷ്യ ത്യാഗത്തോടെ വളർത്തിയ കുടുംബാംഗങ്ങളോട് അടുപ്പത്തിൽ കഴിയുക. പരസ്പരം ഭാരം വഹിക്കുക. തെറ്റുകൾ ക്ഷമിക്കുക, തിരുത്തുക. നന്മയിൽ വളരാൻ പ്രോത്സാഹിപ്പിക്കുക. ദിനചര്യ പാലിക്കുക. ഉള്ളത് എല്ലാവരുമായി പങ്കുവയ്ക്കുക. ആലാഹാ സ്നേഹത്തിലും പരസ്പര സ്നേഹത്തിലും നിലകൊള്ളുക. ഉദ്ധിതനീശോം ശീഹായിൽ പ്രത്യാശയോടെ വാഴുക. സ്ലാമ അമുഹോൻ ശുവുഹ ലാക് മാറൻ ഈശോം ശീഹ. മാർ സ്ലീവാദേറ ബിനായി ഖെംത ബിനസ് ഖെംത മൊഴി 741.